ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അങ്ങേക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് അങ്ങാണ് ഏറ്റവും ആദ്യം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. എന്താണ് അതിൽ വാസ്തവമുണ്ടോ? ഞാൻ ഫേസ്ബുക്കിലൂടെ ഈ പോസ്റ്ററാണ് ഇട്ടിരുന്നത്. പക്ഷേ ഞാൻ ടീച്ചറെയോ ഉണ്ണികൃഷ്ണനെയോ ആക്ഷേപിച്ച് വ്യക്തിപരമായി ആക്ഷേപിച്ചൊരു പോസ്റ്റ് ഇട്ടില്ല. എനിക്ക് ഇവരുടെ ഗ്രൂപ്പുകളിൽ നിന്ന് വൈപ്പിൽ നിന്ന് ഒരു CPM നേതാവ് അയച്ചു തന്ന പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. എപ്പോഴായിരുന്നു ഇട്ടത്? അതൊരു മാസമായി. അതിലെഴുതിയേക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു MLAയും ഒരു ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധം നടന്നെന്ന് പറഞ്ഞുള്ളത്. അതെനിക്കത് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഇതെല്ലാം തിരിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാൻ പോസ്റ്റ് ഇട്ട്. അത് നമ്മുടെ ഷാജഹാൻ്റെ യൂട്യൂബിൽ വന്നൊരു വീഡിയോ ഉണ്ടല്ലോ, അത് എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. ഒരു ഗ്രൂപ്പിൽ നിന്ന്, സൈബർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിപ്പോഴും കിടപ്പുണ്ട്, ഞാൻ കളഞ്ഞിട്ടുള്ളത്. പിന്നെ എൻ്റെ പേരിൽ ടീച്ചർ പറഞ്ഞു. എൻ്റെ വൈഫ് ഹൗസ് ടീച്ചറിൻ്റെ വീടിൻ്റെ അടുത്താണ്. ടീച്ചറായിട്ട് ഞാൻ പരിചയമുള്ളതാണ്. ടീച്ചറെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഉണ്ണികൃഷ്ണൻ ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. നേരിട്ട് പേര് പറയാതെയാണ് ആ ഒരു പോസ്റ്റ് നേരത്തെ ഷെയർ ചെയ്തത്. എറണാകുളം ജില്ലയിലൊരു MLAയും ഇങ്ങനെയാണ് ചെയ്യണം. എറണാകുളം ജില്ലയിലൊരു MLAയും ഇങ്ങനെ ടീച്ചറും തമ്മിലുള്ള അവഗീതമൊന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നോ. എനിക്ക് തോന്നി ഇത് ശരിയല്ല, ഇത് അവർ തമ്മിലുള്ള ചേരിപ്പോരാണ്. നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ തന്നെ ഇപ്പം യൂട്യൂബ് ലിങ്ക് പങ്കുവച്ചത് അത് എവിടുന്ന് കിട്ടിയത്? യൂട്യൂബ് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത എനിക്കൊരു ഇത് കിട്ടി. അത് ഞാനത് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലുണ്ടത്. അതിപ്പോൾ ഞാൻ കളഞ്ഞിട്ടില്ല. അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നടക്കുന്ന എന്നെയാണ് സൈബർ ആക്രമണം നടത്തുന്ന CPM. എൻ്റെ സുഖമില്ലാത്ത വൈഫ്, അവൾക്ക് നടക്കാൻ പോലും പറ്റില്ല. എന്നാൽ വികലാംഗമായിട്ട് ഇതാണ്, ഒരു വൈഭർത്തായിട്ട് ഉള്ളതാണ് വികലാംഗത്വം. ഇത് കഴിഞ്ഞിട്ട് ഈ പുള്ളിക്കാരത്തി കണ്ടിട്ട് പുള്ളി സഹിക്കാൻ പറ്റില്ല. ഞാൻ കാണിച്ചു കൊടുത്ത് ഇവർ നമ്മളെ ആക്ഷേപിക്കേണ്ടത്. ഞാനത് നിയമനോട് എടുക്കാൻ പോകുന്നു. അത് പറവൂരുള്ള ഒരുത്തനുണ്ട്, ഒരു CPM ഒരു നേതാവുണ്ട്, അവൻ ഇട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കാൻ പോണു. എന്നാൽ ഞാൻ ഇവരെ 2 വ്യക്തികളെയും ഞാൻ ആക്ഷേപിച്ചിട്ടില്ല. അവർ ഒരിക്കലും ഞാൻ അവരുടെ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അവരെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഇടൂല. അതുകൊണ്ട് ടീച്ചർ, എനിക്കറിയാവുന്ന ടീച്ചർ, ഞാൻ അവരെ ദിവസം കാണുകയാണ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ഈ പാർട്ടി പ്രവർത്തിക്കും. ഞാൻ ഈ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ, കോൺഗ്രസിൻ്റെ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇടുന്ന പറവൂർ ഞാനാണ്. അവരും നോട്ടപ്പള്ളിയാണ്. നേരത്തോട് ഞാൻ തട്ടിക്കളയോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണി വയ്ക്കുകയുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ബോംബ് പൊട്ടുമെന്നങ്ങ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ ടീച്ചർ പറയുമ്പോൾ അറിയണം. ടീച്ചറാണെങ്കിൽ ബോംബ്, ഇത് MLA, ഞങ്ങളുടെ ഞങ്ങളുടെ നേതാവല്ല VD സതീശൻ പറഞ്ഞൊരു ബോംബ് വരാണ്ടെന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ അവർ കാണണം, അത് വെച്ച് മുതലെടുക്കുകയാണ്. അത് എന്നെക്കൊണ്ട് ഇപ്പം ചില ചാനലിൽ പറയണം ഞാൻ MLAയുടെ ഓഫീസിലാണ്. ഞാൻ MLAയുടെ ഓഫീസിലാണ്. ഞാൻ ആ പാർട്ടിക്കാരൻ 48 കൊല്ലമായിട്ട് ഈ പാർട്ടി പ്രവർത്തിക്കുന്നതാണ്. എൻ്റെ കുടുംബം അത് തന്നെയാണ്. ഞാൻ ഈ ടീച്ചർക്കോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു പോസ്റ്റ് ഇട്ടില്ല. എന്തെങ്കിലും ഇപ്പോൾ ഇതല്ലേ നമ്മുടെ സൈബർ ഇതുണ്ടല്ലോ, അത് ചെക്ക് ചെയ്യട്ടെ. ഞാനൊരു പോസ്റ്റിൻ്റെ തെളിവ്, ഞാൻ നിയമനടപടിക്ക് ഓടിക്കുകയാണ്. ഇവർ നിയമനടപടിക്ക് ഓട്ടെ, ഞാനും പോയാണ്. ടീച്ചർ ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5 വർഷം സഹകരിക്കും അല്ലേ? ഞാൻ സഹകരിക്കും. നമ്മളൊരു കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കുള്ള കാര്യം പറയാമല്ല, നമ്മൾ കാണിച്ചു കൊടുക്കില്ല. ഇപ്പോഴും ഇതേ കളഞ്ഞില്ല. ഇപ്പോൾ ഞാൻ കാണിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ കാണിച്ചാൽ ആ വീഡിയോ എന്നെ ആക്ഷേപിച്ച് കാണിച്ചിട്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാണെങ്കിൽ പോസ്റ്റ് ഇട്ടങ്ങനെ ആദ്യം ഞാനാണ് പറവൂർ. അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് അവരുടെ പാർട്ടിക്കാർ കാണിച്ചു കൊടുത്തത്, എനിക്ക് പോസ്റ്റാണ് കാണിച്ചു കൊടുത്തത്. അതുകൊണ്ടാണ് അവർ പറയണത്. അത് ശരിയാണ്. എന്നുകൊണ്ട് ഈ പറവൂരുള്ള CPM മുഴുവൻ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തല്ലും കൊല്ലും എന്നൊക്കെ പറയും. ഇപ്പോഴല്ല, അത് ഈ മറ്റുള്ള പോസ്റ്റ്. ഞാൻ CPM ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഞാനാണ്. എൻ്റെ കോൺഗ്രസ്സുകാർ ഒരാളുള്ള ഞാൻ ഈ സൈബർ വിങ്ങിലുണ്ട്. അത് കാരണം ഇവരെന്നെ നേരത്തെ തുടങ്ങി ഒരു നോട്ട് കൊടുക്കണം. എൻ്റെ തല്ലിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാർ എൻ്റെ വീടിൻ്റെ ഇവിടെ വരുമ്പോൾ എന്നെ തല്ലാൻ. മാസം മുമ്പ് KJ ഷൈനെതിരെ പോസ്റ്റ് ഇട്ടത് മറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഷെയർ ചെയ്ത അത് ഷെയർ അത് പറയണേക്കെ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എറണാകുളം ജില്ലയിലെ ഒരു MLAയും ഒരു ടീച്ചറും തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടായിരുന്നുള്ളതുണ്ട്. അത് ശരിയാണ്. ആ പോസ്റ്റ് അപ്പം തന്നെ എനിക്ക് തോന്നിയത് ഇതല്ല, ഇത് അവർ എനിക്ക് അയച്ചെന്നവനും പറയില്ല, ആരാണെന്നൊന്നും പറയില്ല. നമ്മളത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത്, നമ്മൾ ഇട്ടപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് ഉള്ളതാണ് അതില്ലെന്ന് പറയുന്നില്ല. അല്ലാതെ ഞാനിവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഇന്നാളാണ് ടീച്ചറാണ് ഇത് എന്നൊക്കെ ഞാൻ. ആ പോസ്റ്റ് എവിടെ നിന്നാണ് താങ്കൾ കിട്ടിയത്? അതെനിക്ക് ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയാണ്. ഇവരെ CPM ഗ്രൂപ്പുകളിൽ വന്നാണത്. ഇവിടുത്തെ പ്രാദേശിക ഗ്രൂപ്പ്, പള്ളിപ്പുറം മണ്ഡലത്തിലെ ഗ്രൂപ്പിൽ നിന്ന് വന്നാണത്.